പെരുമ്പല്ലൂർ വള്ളിക്കാട് മടത്തിക്കുടിയൽ അമൽ ആന്റണി എന്ന 35-കാരനെയാണ് മൂവാറ്റുപുഴ പോലീസ് ക്രൂരമായി മർദ്ദിച്ചത്. ഇക്കഴിഞ്ഞ 12-നാണ് സംഭവം. നഗരത്തിലെ പൂവിൽപ്പന കേന്ദ്രത്തിൽ നിന്ന് ബാറ്ററി മോഷണം പോയതാണ് സംഭവത്തിന്റെ തുടക്കം. കട തുറന്നപ്പോൾ ബാറ്ററി കാണാതായതോടെ ഇവിടെ സ്ഥാപിച്ചിരുന്ന CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ഇതിൽ കടയുടെ മുന്നിലൂടെ യുവാവ് ബാറ്ററിയുമായി പോകുന്ന ദൃശ്യം ലഭിച്ചു. പിന്നീട് അന്വേഷണം എത്തിനിന്നത് ടൗണിലെ ആക്രിക്കടയിൽ. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതോടെ അമലാണ് ബാറ്ററി വിൽക്കാൻ കൊണ്ടുവന്നതെന്ന് പോലീസിന്റെ സ്ഥിരീകരണം. എന്നാൽ നഷ്ടപ്പെട്ട ബാറ്ററിയാണോ ആക്രിക്കടയിൽ വിൽപ്പന നടത്തിയതെന്ന് ഉറപ്പുവരുത്താതെ അമലിനെതിരെ പൂക്കട ഉടമ പോലീസിൽ പരാതി നൽകി. പിന്നാലെ വിശദമായ പരിശോധന നടത്താതെ മൂവാറ്റുപുഴ സ്റ്റേഷനിലെ SIയുടെ നേതൃത്വത്തിൽ ഒരു സംഘം പോലീസ് എത്തി വീട്ടിൽ നിന്നും യുവാവിനെ കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് ഓടിക്കൊണ്ടിരുന്ന ജീപ്പിൽ വച്ച് പെരുമ്പല്ലൂർ മുതൽ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ വരെ 4-അംഗ സംഘം ഇടുക്കുകയും കുത്തുകയും ചവിട്ടുകയും ചെയ്തതായി അമൽ പറയുന്നു. പോലീസ് വാഹനത്തിലേക്ക് അവർ ബലമായിട്ട് തള്ളി കയറ്റുകയായിരുന്നു. എന്നിട്ട് അതിനുശേഷം വാഹനത്തിനുള്ളിൽ ഇരുത്തിക്കൊണ്ടാണ് എൻ്റെ കൈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൈ പിടിക്കുകയും കുനിച്ചു നിർത്തിയിട്ട് അവർ മുതുകിനിട്ടും കഴുത്തിൻ്റെ ബാക്കിലുമാണ് എനിക്ക് മർദ്ദനമേറ്റത്. ആ മർദ്ദനത്തിൽ എനിക്ക് 2-3 മിനിറ്റത്തേക്ക് വേദന സഹിക്കാണ്ട് എനിക്ക് മെമ്മറി നഷ്ടപ്പെട്ടു. അതിനുശേഷം നേരെ പാഴക്കുളത്ത് മൂവാറ്റുപുഴ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് മെഡിക്കൽ എടുക്കാൻ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അവിടെ പോയപ്പോൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നേരെ 5 മിനിറ്റിൻ്റെ നടപടികൾ കഴിഞ്ഞ് എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി. മർദ്ദിച്ചിട്ടും കുറ്റം സമ്മതിക്കാതെ വന്നതോടെ ബാറ്ററിയുടെ ബില്ലുമായി എത്താൻ കട ഉടമയോട് പോലീസ് ആവശ്യപ്പെട്ടു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ യുവാവ് വിറ്റ ബാറ്ററി കടയിൽ നിന്ന് കാണാതായതല്ലെന്ന് തെളിഞ്ഞു. ബില്ലിലെ വിവരങ്ങൾ വിറ്റ ബാറ്ററിയിലെ വിവരങ്ങളുമായി യോജിക്കുന്നില്ലെന്നും പോലീസിന് വ്യക്തമായി. തന്റെ വീട്ടിലെ ഉപയോഗശൂന്യമായ ബാറ്ററി വിൽക്കാൻ കടയുടെ മുന്നിലൂടെ കടന്നുപോയതായിരുന്നു അമൽ. ഇയാൾ നിരപരാധിയാണെന്ന് മനസ്സിലാക്കിയതോടെ പിന്നെ സ്റ്റേഷനിൽ നിന്നും നിരുപാധികം വിട്ടയച്ചു. ഒരു തെറ്റും ചെയ്യാത്ത തന്നെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടിയും തനിക്ക് നഷ്ടപരിഹാരം വേണമെന്നാണ് അമലിന്റെ ആവശ്യം. ശരീരമാസകലം ചതവേറ്റ അമൽ സ്വകാര്യ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. നിലവിൽ ശരീരവേദന മൂലം ജോലി പോലും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് അമൽ. കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മൂവാറ്റുപുഴ പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകാത്തതിനെ തുടർന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് യുവാവ് പരാതി നൽകിയിട്ടുണ്ട്. സീ മലയാളം ന്യൂസ്, കൊച്ചി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.